അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഷഫാഅത്തുൽ ഉലമയിൽ മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് ശുപാർശയ്ക്കുള്ള അധികാരമുള്ളത് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. പലരുടെയും അരവരെ വിയർപ്പിനാൽ മുങ്ങുന്നതായ ആ സന്ദർഭത്തിൽ, പലരുടെയും കഴുത്തുവരെയും അരവരെയും വിയർപ്പിനാൽ മുങ്ങുന്നതായ ആ സന്ദർഭത്തിൽ, വയറുവരെയും വിയർപ്പിനാൽ മുങ്ങുന്നതായ ആ സന്ദർഭത്തിൽ, ചെമ്പിനാൽ നിർമ്മിതമായ ആ തറയിൽ മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് ശുപാർശയ്ക്കുള്ള അധികാരമുള്ളത് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ലോകത്തിലുള്ള മുഅ്മിനീങ്ങളെല്ലാവരും ആദം നബി അലൈഹി ഇസ്ലാമിനെ പോയി കാണും. ഞങ്ങളുടെ പിതാവല്ലയോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ശുപാർശയ്ക്കുള്ള ഇവിടുന്ന് നിന്നും ഈ വിയർപ്പിനാൽ മുങ്ങുന്നതായ ഈ ചൂടിനാൽ ഞങ്ങളിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ, മഹ്ശറയിൽ നിന്നും ഞങ്ങളെ ഒന്ന് ഷഫാഅത്തുൽ ഉലമയിൽ ശുപാർശയ്ക്ക് ഞങ്ങൾക്ക് അധികാരം തരണമെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ, ആദം നബി അലൈഹി ഇസ്ലാമിനെ കാണുകയും പിന്നീട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കാണുകയും ഖലീമുല്ലാഹി മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കാണുകയും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കാണുകയും ചെയ്യുന്നു. പക്ഷേ അവർക്കൊന്നും അവിടെ ഷഫാഅത്തുൽ ഉലമയിൽ ശുപാർശയ്ക്കുള്ള അധികാരമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. അങ്ങനെ ഒരു നബിമാർക്കും അവിടെ അധികാരമില്ല. അവിടെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ നമ്മുടെ ആ മഹ്ശറയിലുള്ള ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പരിഹരിക്കാൻ കഴിയുകയുള്ളൂവെന്ന്, ഷഫാഅത്തുൽ ഉലമയിൽ നമ്മളെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമെന്ന് നാം 100% നാം മനസ്സിലാക്കും. അല്ലാഹു തആല ഷഫാഅത്തുൽ ഉലമയിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.